ഇപ്പോൾ ഈ ചെരുപ്പ് 50% ഓഫിലാണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്നത്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ അറിയേണ്ട കുറച്ച് ടിപ്സുകളും അതേപോലെ തന്നെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ചെരുപ്പുകളുടെ ഹോൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് 23ലേക്ക് മാറ്റിയിട്ടുണ്ട്. 23 മുതലാണ് ആ ഒരു സെയിൽ നടക്കുന്നത്. 1500-ലധികം ടോപ്പ് ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റുകൾ നമുക്കിപ്പോൾ 50 to 80% ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോൾസ്റ്റോണിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വാങ്ങിച്ചതും അതേപോലെ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഉള്ള ചെരുപ്പുകളും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓൺലൈനാണെങ്കിലും നേരിട്ടാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്തിനുള്ള ചെരുപ്പാണ് അത് വേണ്ടത് എന്നുള്ളതാണ്. ക്യാഷ്വലായിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെരുപ്പാണോ അതോ ഫംഗ്ഷന് മാത്രമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വാങ്ങിക്കുന്നതാണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഇത് പാരഗണിൻ്റെ ഒരു ചെരുപ്പാണ്. ഇത് ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്ലൈഡർ മോഡലിലുള്ള ചെരുപ്പാണ്. ഇതിൽ വന്നിരിക്കുന്നത് നല്ല കുഷൻഡ് ആയിട്ടുള്ള ഫുഡ് ബെഡാണ്. ഒരു പീച്ച് കളറാണ് ഇതിൻ്റെ കളർ വന്നിട്ട്. ഇവിടെ കുറച്ച് പ്രിൻ്റഡ് ആയിട്ടുള്ള കളറും അതേപോലെ തന്നെ ഒരു ഡെക്കറേഷൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയാണ് സംഭവം. നമ്മൾ ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സൈസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇതൊക്കെ ഹീലില്ലാത്ത ചെരുപ്പാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പുറകിൽ അത്യാവശ്യം ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെരുപ്പുകളാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. 499 റുപ്പീസാണ് ഞാൻ വാങ്ങിച്ചപ്പോഴുള്ള പ്രൈസ്. ഇപ്പോൾ ഓഫറിലൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണ്. അടുത്തത് ഓർത്തോ റെസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചെരുപ്പാണ്. നമുക്ക് വീട്ടിലിടാനുള്ള ചെരുപ്പുകൾ എപ്പോഴും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. പണ്ടൊക്കെ നമ്മളങ്ങനെ ചെരുപ്പുകൾ വീട്ടിലിടുന്ന ഇതില്ലായിരുന്നു. ഇപ്പോൾ ടൈലും മാർബിളും ഒക്കെ വന്നിട്ട് നല്ല തണുപ്പാണല്ലേ ഫ്ലോറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവരും തന്നെ വീട്ടിലെ ഉള്ളിൽ സെപ്പറേറ്റ് ചെരുപ്പ് വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓർത്തോ ചെരുപ്പാണ് കേട്ടോ. ഇത് മുട്ടുവേദന, കാലുവേദന ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ചെരുപ്പുകൾ വേണം വാങ്ങിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് കേട്ടോ. കംഫർട്ടബിൾ ആണിത്. ഇതിൻ്റെ തന്നെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. നമ്മളിതൊരു വയലറ്റ് കളറിലെ ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത്. പുറകിൽ നല്ല ഗ്രിപ്പ് കാര്യങ്ങളാണ്. ഇത് ഓർത്തോ കംഫർട്ടിൻ്റെ ഒരു മെൻസിനുള്ള ഒരു ചെരുപ്പാണ്. നേരത്തെ കാണിച്ചത് ലേഡീസിൻ്റെ ചെരുപ്പാണ് കേട്ടോ. ഈ ബ്രാൻഡിൻ്റെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല കംഫർട്ടബിൾ ആണ്. ഇതൊരു ബ്ലൂ കളറാണ്. ബാക്ക് സൈഡ് നല്ല ഗ്രിപ്പ് കാര്യങ്ങളാണ്. ഇത് നമുക്ക് പുറത്തു വിടാം, നമുക്ക് അകത്തും യൂസ് ചെയ്യാം. ഇത് മാർക്ക് ലൂയിസിൻ്റെ ഒരു അടിപൊളി ചെരുപ്പാണ്. നമ്മളിപ്പോൾ ഇതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന ചെരുപ്പാണ്. നമ്മൾ ഫംഗ്ഷൻ വെയർ യൂസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ചെരുപ്പുകൾ വാങ്ങിക്കുമ്പോഴാണെങ്കിലും നല്ല കംഫർട്ട് ഒന്ന് നോക്കിയിട്ട് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ കാലിന് ലോങ് ടൈം നിൽക്കേണ്ടിയൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാത്ത ചെരുപ്പുകളാണ് പൊതുവേ ഞാൻ വാങ്ങിക്കുന്നത്. ഇതിൻ്റെ ഹീലെന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഹീലുള്ളതാണ്. അത്യാവശ്യം കുറച്ചൊരു പൊക്കവും തോന്നിക്കും, പക്ഷേ എന്നാൽ നമുക്കൊരു ഹൈ ഹീൽ മോഡലിൽ വരുന്നില്ല. അങ്ങനത്തെ ചെരുപ്പുകളാണ് എനിക്കിഷ്ടം. അപ്പോൾ മറ്റേ ടൈപ്പ് ചെരുപ്പുകൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും അതേപോലത്തെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫുഡ് ബെഡ് കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ ആണോ എന്നുള്ളത് നമ്മൾ നോക്കി വാങ്ങിക്കുക. അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് കൂടുതൽ സമയം ഇടേണ്ടി വരുമ്പോൾ നല്ലത്. അതേപോലെ തന്നെ ഗ്രിപ്പ് കാര്യങ്ങൾ, അതേപോലെ കാല് തെന്നിപ്പോകുന്ന അവസ്ഥ ഇങ്ങനെയൊന്നും വരാത്ത രീതിയിലുള്ള ചെരുപ്പുകൾ വാങ്ങിക്കുക. ഇതെന്ന് വെച്ചാൽ സ്ട്രാപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. സ്ട്രാപ്പ് കെട്ടേണ്ട ആവശ്യമില്ല. ചെറിയൊരു ഇലാസ്റ്റിക് മോഡലിലാണ് ഇത് വരുന്നത്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ബീച്ച് ഷെയ്ഡാണ്. ഇതിന് തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഈ ബ്രാൻഡിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 900 ആണ്, റേഞ്ചാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. ഇത് വെൻഡോസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ചെരുപ്പാണ്. അതിനേക്കാളും ഞാൻ നേരത്തെ വാങ്ങിച്ചത് ഈ ഒരു ചെരുപ്പാണ്. ഡെയിലി വെയർ ആയിട്ടല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങൾക്കൊക്കെയാണ് പൊതുവേ ഞാൻ ഇത്തരം ചെരുപ്പുകൾ യൂസ് ചെയ്യുന്നത്. അതിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പുകളാണ് ഡെയിലി വെയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് ഇപ്പോൾ 400 പ്രൈസ് റേഞ്ചിന് ഇത് കിട്ടുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചപ്പോൾ നല്ല പ്രൈസായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 700 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു ഇതെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ചുകൂടി പ്രൈസ് നല്ല ഓഫറിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കണമെന്നുള്ളവർക്ക് ഈ സമയത്ത് വാങ്ങിക്കാം. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ പൊതുവേ ഡെയിലി വെയർ യൂസ് ചെയ്യുന്നത് സ്ട്രാപ്പ് ഇല്ലാത്ത മോഡൽ ചെരുപ്പാണ്. ഇപ്പോൾ സ്ട്രാപ്പ് ഉള്ളത് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ സ്ട്രാപ്പ് ഉള്ളത് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഡെയിലി വെയർ ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെരുപ്പാണ്. ഇത് നല്ല ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കംഫർട്ടബിളാണ്, നല്ല സൂപ്പർ കംഫർട്ടബിളാണ്. ലൈറ്റ് വെയ്റ്റും ആണ്. ഇതിവിടെ പുറകിൽ ഈ ഒരു സ്റ്റിക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ. മറ്റേത് ഇലാസ്റ്റിക് ആണെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടി കറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. രണ്ടും നല്ലത് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വയ്ക്കുന്നുണ്ട്. ആമസോൺ ലിങ്കും മൈ ഹോൾസോണിൻ്റെ ലിങ്കും അതിലുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു സെലക്ട് ചെയ്യുക. താങ്ക് യു ഓൾ.